JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭ്യമാവുകയുള്ളൂ. അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ഡ്രൈവറുടെ പരീക്ഷ 16-ാം തീയതി നടക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇനി വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ, 2 ദിവസം കൂടി ഉള്ളൂ നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കാൻ. അപ്പോൾ 2025 സ്പെഷ്യൽ ടോപ്പിക്സിൽ വന്നിട്ടുള്ള PSCയുടെ ചോദ്യങ്ങളിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ സെലക്ട് ചെയ്താണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് എടുക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 2014 കേരള പ്രിസണുകളും സംശുദ്ധീകരണ സാൻമാർഗീകരണ സേവനങ്ങളും ചട്ടങ്ങൾ പ്രകാരം സ്പെഷ്യൽ സബ് ജയിലുകളിൽ പാർപ്പിക്കുന്നത് താഴെ പറയുന്നതിൽ ഏത് വിഭാഗത്തിൽ ഉള്ളവരെയാണ്? 2014 കേരള പ്രിസണുകളും സംശുദ്ധീകരണ സാൻമാർഗീകരണ സേവനങ്ങളും ചട്ടങ്ങൾ പ്രകാരം സ്പെഷ്യൽ സബ് ജയിലുകളിൽ പാർപ്പിക്കുന്നത് താഴെ പറയുന്നതിൽ ഏത് വിഭാഗത്തിൽ ഉള്ളവരെയാണ്? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ അല്ലേ? 3 മാസം. അതെ, 2014 കേരള പ്രിസണുകളും സംശുദ്ധീകരണ സാൻമാർഗീകരണ സേവനങ്ങളും ചട്ടങ്ങൾ പ്രകാരം സബ് ജയിലുകളിൽ പാർപ്പിക്കുന്നത് 3 മാസം വിഭാഗത്തിൽ ഉള്ളവരെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. 2014 കേരള പ്രിസണുകളും സംശുദ്ധീകരണ സാൻമാർഗീകരണ സേവനങ്ങളും ചട്ടങ്ങൾ 139 വകുപ്പ് പ്രകാരം പുരുഷ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ വിഭാഗത്തിൽ വരാത്തത് താഴെ പറയുന്നത് ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി വായിക്കാം ഞാൻ. 2014 കേരള പ്രിസണുകളും സംശുദ്ധീകരണ സാൻമാർഗീകരണ സേവനങ്ങളും ചട്ടങ്ങൾ 139 പ്രകാരം 139 വകുപ്പ് പ്രകാരം പുരുഷ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ വിഭാഗത്തിൽ വരാത്തത് താഴെ പറയുന്നത് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ, കണ്ടുപിടിച്ചോ ഏതാണ്? ഇവയെല്ലാം അതില് വരാത്തതാണ്. ഇവയെല്ലാം അതില് വിഭാഗത്തിൽ വരാത്തതാണ്. പ്രിസൺ ഓഫീസർ, ഗേറ്റ് കീപ്പർ, ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസർ ഇവയെല്ലാം ഈ ചട്ടം 139 വകുപ്പ് പ്രകാരം പുരുഷ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ വിഭാഗത്തിൽ വരാത്തതാണ്. അടുത്ത ക്വസ്റ്റ്യൻ. തടവശിക്ഷ അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ പഠനാവശ്യത്തിനായി മോചിപ്പിക്കുന്നത് സർക്കാരിന് അധികാരം നൽകുന്ന ക്രിമിനൽ നടപടി ചട്ടം ഏതാണ്? തടവ് ശിക്ഷ അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ പഠനാവശ്യത്തിനായി മോചിപ്പിക്കുന്നതിന് സർക്കാരിന് അധികാരം നൽകുന്ന ക്രിമിനൽ നടപടി ചട്ടം ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏതാണ്? കണ്ടുപിടിച്ചോ. 432(6) ആണ് അല്ലെ? 432(6). അടുത്ത ക്വസ്റ്റ്യൻ. ബോർസ്റ്റൽ സ്കൂളിൽ പാർപ്പിക്കുന്നത് താഴെ പറയുന്നതിൽ ഏത് വിഭാഗത്തിൽപ്പെട്ടവരെയാണ്? ബോർസ്റ്റൽ സ്കൂളിൽ പാർപ്പിക്കുന്നത് താഴെ പറയുന്നതിൽ ഏത് വിഭാഗത്തിൽപ്പെട്ടവരെയാണ്? 4 ഓപ്ഷൻസ് താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ബോർസ്റ്റൽ സ്കൂളിൽ പാർപ്പിക്കുന്നത് താഴെ പറയുന്നതിൽ ഏത് വിഭാഗത്തിൽപ്പെട്ടവരെയാണ്? 21 വയസ്സിൽ താഴെയുള്ളവര്. ബോർസ്റ്റൽ സ്കൂളിൽ പാർപ്പിക്കുന്നത് 21 വയസ്സിൽ താഴെയുള്ള വിഭാഗത്തിൽ പെട്ടവരെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ശിക്ഷാപ്രതികളുടെ അകാല വിടുതൽ ശുപാർശ ചെയ്യുന്നതിനുള്ള ഉപദേശക സമിതിയുടെ ചെയർമാൻ ആരാണ്? ശിക്ഷാപ്രതികളുടെ അകാല വിടുതൽ ശുപാർശ ചെയ്യുന്നതിനുള്ള ഉപദേശക സമിതിയുടെ ചെയർമാൻ ആരാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ, ജയിൽ വകുപ്പ് മേധാവി. ജയിൽ വകുപ്പ് മേധാവിയാണ് ശിക്ഷാപ്രതികളുടെ അകാല വിടുതൽ ശുപാർശ ചെയ്യുന്നതിനുള്ള ഉപദേശക സമിതിയുടെ ചെയർമാൻ, ജയിൽ വകുപ്പ് മേധാവി. അടുത്ത ക്വസ്റ്റ്യൻ. 1993 മനുഷ്യാവകാശ നിയമം അനുസരിച്ച് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? 1993 മനുഷ്യാവകാശ നിയമം അനുസരിച്ച് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ, 1993 ഒക്ടോബർ 12. 1993 ഒക്ടോബർ 12-നാണ് 1993 മനുഷ്യാവകാശ നിയമം അനുസരിച്ച് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. 1993 ഒക്ടോബർ 12. അടുത്ത ക്വസ്റ്റ്യൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കാനുള്ള അധികാരം ആർക്കാണ്?
ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കാനുള്ള അധികാരം ആർക്കാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചല്ലേ? രാഷ്ട്രപതിക്കാണല്ലേ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ നിയമിക്കാനുള്ള അധികാരം. മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കാനുള്ള അധികാരം രാഷ്ട്രപതിക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നതിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഒഫീഷ്യോ മെമ്പർ അല്ലാത്തത് ആര്? താഴെ പറയുന്ന 4 ഓപ്ഷൻ്റെ അകത്ത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഒഫീഷ്യോ മെമ്പർ അല്ലാത്തത് ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആരാണ്? കേന്ദ്ര നിയമ വകുപ്പ് മന്ത്രി. കേന്ദ്ര നിയമ വകുപ്പ് മന്ത്രിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആര്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആര്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? പ്രധാനമന്ത്രിയാണ് അല്ലേ? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? പ്രധാനമന്ത്രി. അടുത്ത ക്വസ്റ്റ്യൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ മുഖ്യ കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ മുഖ്യ കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ ആരാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? സെക്രട്ടറി ജനറൽ ആണല്ലേ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ മുഖ്യ കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ. ആരാണ്? സെക്രട്ടറി ജനറൽ. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? സുഷമ സിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ. വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലുള്ളവർ നൽകേണ്ട ഫീസ്. വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് ദാരിദ്ര്യരേഖയ്ക്ക് മുകളിൽ ഉള്ളവർ നൽകേണ്ട ഫീസ് എത്രയാണ്? വിവരാവകാശ നിയമപ്രകാരം ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലുള്ളവർ വ്യക്തികൾ നൽകാൻ ഒരു അപേക്ഷ സമർപ്പിക്കുമ്പോൾ 10 രൂപയാണ് ഫീസ് നൽകേണ്ടത്. അപ്പോൾ ഈ ഓപ്ഷൻ്റെ അകത്ത് ശരി ഉത്തരമില്ല. അപ്പോൾ എത്രയാണ് ഇത് മനസ്സിലാക്കിയിരിക്കണം? വിവരാവകാശ നിയമപ്രകാരം ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലുള്ള വ്യക്തികൾ ഒരു അപേക്ഷ സമർപ്പിക്കുമ്പോൾ 10 രൂപയാണ് ഫീസ് നൽകേണ്ടത്. അടുത്ത ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം താഴെ പറയുന്നതിൽ ഏതാണ്? ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം താഴെ പറയുന്നതിൽ ഏതാണ്? വിവരാവകാശ നിയമമാണ് അല്ലേ? ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം ഏതാണ്? വിവരാവകാശ നിയമം. അടുത്ത ക്വസ്റ്റ്യൻ. വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി ആര്? എല്ലാവർക്കും അറിയാവുന്ന ചോദ്യമാണ് അല്ലേ? വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി ആരാണ്? APJ അബ്ദുൽ കലാം. APJ അബ്ദുൽ കലാം ആണ് വിവരാവകാശത്തിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി. അടുത്ത ക്വസ്റ്റ്യൻ. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും നിയമിക്കുന്നത് ആര്? കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ് അല്ലേ? രാഷ്ട്രപതിയാണ് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും നിയമിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. മനോവിശ്ലേഷണ സിദ്ധാന്തം വിശദീകരിച്ചത് ആരാണ്? മനോവിശ്ലേഷണ സിദ്ധാന്തം വിശദീകരിച്ചത് ആരാണ്? ഫ്രോയിഡ് ആണ് അല്ലേ? ഫ്രോയിഡ് ആണ് മനോവിശ്ലേഷണ സിദ്ധാന്തം വിശദീകരിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നതിൽ ദൃശ്യ സ്ഥലകാല ബുദ്ധി സ്പെഷ്യൽ ബുദ്ധി കൂടുതലായുള്ളത് ആർക്കാണ്? താഴെ പറയുന്ന 4 ഓപ്ഷൻ്റെ അകത്ത് ദൃശ്യ സ്ഥലകാല ബുദ്ധി അതായത് സ്പെഷ്യൽ ബുദ്ധി കൂടുതലുള്ളത് ആർക്കാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആർക്കാണ്? ശില്പികൾക്കാണ് അല്ലേ? ശില്പികൾക്കാണ് ദൃശ്യ സ്ഥലകാല ബുദ്ധി അല്ലെങ്കിൽ സ്പെഷ്യൽ ബുദ്ധി കൂടുതലായുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ. ഭൂകമ്പം, മലിനീകരണം തുടങ്ങിയവ ഏത് സമ്മർദ്ദത്തിന് ഉദാഹരണമാണ്? ഭൂകമ്പം, മലിനീകരണം തുടങ്ങിയ ഏത് സമ്മർദ്ദത്തിന് ഉദാഹരണമാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, പാരിസ്ഥിതികം. ഭൂകമ്പം, മലിനീകരണം തുടങ്ങിയവ പാരിസ്ഥിതികം സമ്മർദ്ദത്തിന് ഉദാഹരണമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ലക്ഷ്യം നേടിയെടുക്കുന്നതിൽ തടസ്സം നേരിടേണ്ടി വരുമ്പോൾ ഡാഷ് ഉണ്ടാകുന്നു. ലക്ഷ്യം നേടിയെടുക്കുന്നതിൽ തടസ്സമൊക്കെ നേരിടുന്ന സമയത്ത് നേരിടേണ്ടി വരുമ്പോൾ ഡാഷ് ഉണ്ടാകുന്നു. എന്താണ് ഉണ്ടാകുന്നത്? ഇച്ഛാഭംഗം ഉണ്ടാകുന്നു അല്ലേ? ലക്ഷ്യം നേടിയെടുക്കുന്നതിൽ തടസ്സം നേരിടേണ്ടി വരുമ്പോൾ ഇച്ഛാഭംഗം ഉണ്ടാകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ബാഹ്യമായ ബഹുമതികൾക്ക് വേണ്ടി അല്ലാതെ വ്യക്തിപരമായ താല്പര്യം കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എല്ലാം ഏത് തരം അഭിപ്രേരണയ്ക്ക് ഉദാഹരണമാണ്?
ബാഹ്യമായ ബഹുമതികൾക്ക് വേണ്ടിയല്ലാതെ വ്യക്തിപരമായ താല്പര്യം കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എല്ലാം ഏത് തരം അഭിപ്രേരണയ്ക്ക് ഉദാഹരണമാണ്? ഏതാണ് ശരി ഉത്തരം? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ആന്തരിക അഭിപ്രേരണ. ആന്തരിക അഭിപ്രേരണയ്ക്ക് ഉദാഹരണമാണ്. ബാഹ്യമായ ബഹുമതികൾക്ക് വേണ്ടിയല്ലാതെ വ്യക്തിപരമായ താല്പര്യങ്ങൾ കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം ആന്തരിക അഭിപ്രേരണയ്ക്ക് ഉദാഹരണമാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞ് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.